എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആനുവൽ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെറ്റ് എയും സെറ്റ് ബിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസുകൾ നിങ്ങൾ കാണുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽസ് ഇൻ എ സോളിനോയിഡ് ക്യാരിങ് എ കോൺസ്റ്റന്റ് കറന്റ് ഇൻക്രീസസ് ദ ടോട്ടൽ ഫ്ലക്സ് ഇൻ ദ സോളിനോയിഡ് ഇൻക്രീസസ്. അതായത് ഒരു നിശ്ചിത വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ സോളിനോയിഡിലെ ആകെ എന്താണ് ഫ്ലക്സ് വർദ്ധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽസ് ഇൻ എ സോളിനോയിഡ് ക്യാരിങ് എ കോൺസ്റ്റന്റ് കറന്റ് ഇൻക്രീസസ് the flux through single turn of coil does not increase. എന്താണ്? ഒരു നിശ്ചിത വൈദ്യുതപ്രവാഹമുള്ള സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരു വലയം മുഖേനയുള്ള ഫ്ലക്സ് വർദ്ധിക്കുന്നില്ല. ഇല്ല, ഒരു വലയം മുഖേനയുള്ള ഫ്ലക്സ് വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് വെൻ ദ ഫിനോമിനൻ ഇൻ കോളംസ് പി ആൻഡ് ക്യൂ ആർ അപ്രോപ്രിയറ്റ്ലി പെയർഡ്. ഇവിടെ കോളം പിയും ക്യൂ ഉണ്ട്, അത് പെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ഏതാണ് കറക്റ്റ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന? ക്യൂവിലെ കോളം ക്യൂവിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? റെയിൻബോ അല്ലെ. ഡിസ്പേർഷൻ റെയിൻബോ ആണ്. ദെൻ സ്കാറ്ററിങ് എന്താണ്? സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലൂ കളർ ഓഫ് ദി സ്കൈ ആണ് അല്ലേ. ദാ ബി ആണ് ഇവിടെ വരുന്നത്. ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് ഏതാണ്? പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ. സി ഇതാണ് അല്ലേ. അപ്പം എക്ക് ഏതാണ്? 1 വരണം. എക്ക് 1 വരുന്ന ഏതാണ്? ദാ ഇവിടെ 2 ഉണ്ട് കേട്ടോ. എക്ക് 1 വരുന്നുണ്ട്. ബിക്ക് ഏതാണ്? ബിക്ക് 3 ആണ് വരുന്നത്. ബിക്ക് 3 വരുന്നത് ഇതാണ് കേട്ടോ. സിക്ക് 2 വരുന്നത് ഇതാണ്. അപ്പം ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി അവേഴ്സ് ഡസ് ആൻ അപ്ലയൻസ് ഓഫ് power 1000 watt work to use 1 kilowatt hour for electric energy. അതായത് 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം എത്ര മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യോർജ്ജമാണ് 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1000 വാട്ട് പവർ ആണ് കേട്ടോ. നമുക്ക് ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ പവർ വാട്ടിലാണ് എടുക്കേണ്ടത്. അതുപോലെ സമയം ടൈമിലാണ്, സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് അവറിലാണ് എടുക്കേണ്ടത് നമുക്കറിയാം ഇല്ല. ഇത് 1000 വാട്ട് പവർ ആണ് പറഞ്ഞിട്ടുണ്ട്. എത്ര മണിക്കൂർ എടുത്ത സമയമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 കിലോവാട്ട് അവർ കിട്ടണം. 1 കിലോവാട്ട് അവർ കിട്ടണമെങ്കിൽ എത്രയായിരിക്കും? 1 അവർ ആയിരിക്കും ഇല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 1 അവർ ആണ് കേട്ടോ. 1 അവർ. ദെൻ അടുത്ത എന്താണ്? ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ വീൽ ആൻഡ് ആക്സിൽ മെക്കാനിസം. വീൽ ആൻഡ് ആക്സിൽ മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വീൽ ആൻഡ് ആക്സിലിന്റെ കാര്യം മനസ്സിൽ വരും കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ദ വർക്ക് ഡൺ ബൈ എഫേർട്ട് ആൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ലോഡ് ആർ ഈക്വൽ. എന്താണ്? യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും എങ്ങനെയാണ്? തുല്യമാണ്. വർക്ക് ഇല്ലേ. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വീൽ ആൻഡ് ആക്സിലിന്റെ കേസിൽ കേട്ടോ. ഇനി ദ എഫേർട്ട് ആം ഈസ് ഷോർട്ടർ ദാൻ ദ ലോഡ് ആം. അതായത് യജ്ഞഭുജം രോധഭുജത്തേക്കാൾ എങ്ങനെയാണ്? ചെറുതാണ്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ റേഡിയസ് ഓഫ് ദ വീൽ ഈസ് ലാർജർ ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ ഈസ് സ്മോളർ. ശരിയാണല്ലോ. റേഡിയസ് ഓഫ് ദ വീല് വലുതാണ്, ആക്സിലിന്റെ റേഡിയസ് ചെറുതുമാണ് അല്ലേ. അപ്പൊ ഏതൊക്കെ വരും? 1ഉം 2ഉം 4ഉം വരും കേട്ടോ. 1ഉം 2ഉം 4ഉം ഉള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? അതാ ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ആണ് 1, 2 ആൻഡ് 4 വരുന്നത്. മനസ്സിലായല്ലോ. ഇതിൻ്റെ അടുത്ത സെക്ഷൻ ബി ആണ് കേട്ടോ. നോക്കുക. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ആർ 2 വോൾസ്. എയും ബിയും 2 വോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 28 മീറ്റർ. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 28 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പേഴ്സൺ ക്ലാപ്സ് അറ്റ് എ പൊസിഷൻ മാർക്കഡ് എക്സ്. ഇതാ ഇവിടെ കൊണ്ടല്ലേ ഈ ഒരു പൊസിഷൻ നിന്നുകൊണ്ട് ഒരാൾ ക്ലാപ്പ് ചെയ്യുകയാണ് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ നിന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ വോൾ എ ടു എക്സ് ഈസ് 10.5. അതായത് എയിൽ നിന്നും ഈ വോൾ ഉണ്ടല്ലേ, അതിൽ നിന്ന് ഈ ഇവിടെ ഉണ്ടല്ലോ ഈ എക്സിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ 10.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. വിച്ച് വോൾ പ്രൊഡ്യൂസേഴ്സ് ദ ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഹേർഡ് ബൈ ദ പേഴ്സൺ. അതായത് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്ന ആദ്യത്തെ പ്രതിധ്വനി ഏത് ഭിത്തിയിൽ തട്ടിയായിരിക്കാം? നമുക്കറിയാം എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? മിനിമം ഡിസ്റ്റൻസ് എത്രയാണ് വരേണ്ടത്? 17 പോയിന്റ് ആണ് നമുക്കറിയാം അല്ലേ. ഇവിടെ അപ്പൊ നമുക്കറിയാം മാക്സിമം ടോട്ടൽ എത്രയാണ്? 28 ആണ് വരുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം 10
അല്ലേ 10 ഇവിടെ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ എത്രയായിട്ട് വരും? 28 - 10 എന്ന് വരുമല്ലോ. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പം ഇതാണല്ലോ കൂടുതലെന്ന് പറയുന്നത്. അപ്പം ബി കേട്ടോ, ബിയിൽ നിന്നായിരിക്കും മാക്സിമം സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ ഫസ്റ്റ് എക്കോ ഓഫ് ദ ക്ലാപ്പ്? കൈകൊട്ടിയതിൻ്റെ ആദ്യത്തെ പ്രതിധ്വനി കേൾക്കാൻ എത്ര സമയം എടുത്ത് കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം എടുത്തിട്ടാണ് കൈകൊട്ടിയതിൻ്റെ ആദ്യത്തെ പ്രതിധ്വനി കേൾക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, സൗണ്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സമയമാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, ഏതൊക്കെയാണ്? V = 2D/T എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. എക്കോയുടെ കേസിൽ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. ഇതിൽ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. T = ഇക്വേഷൻ എങ്ങനെ വരും? 2D/V എന്ന് വരും അല്ലേ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. വാല്യൂ 2 × D എത്രയാണ് വരുന്നത് നമുക്കറിയാം. മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 17.5 ആണ് വരേണ്ടത്. സ്പീഡ് തന്നിട്ടുണ്ട് 350 ആണ്. തന്നെ ഇത് ചെയ്യോട്ടെ. 17.5 × 2 എന്ന് പറഞ്ഞാൽ 35 ആണ് വരുന്നത്. 35 / 350 വരും. ഇതെത്രയാണ് വരുന്നത്? 35 വരും. 35 / 350 വരും. അതായത് ക്യാൻസൽ ആയിട്ട് പോയി 1/10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.1 കേട്ടോ. 0.1 സെക്കൻഡ്. എത്രയാണ്? 0.1 സെക്കൻഡ് ആണ് കേട്ടോ. പോയിന്റ് ആണ് കേട്ടോ. 0.1 സെക്കൻഡ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ലെൻസസ് ആർ ഗിവൺ ടു യു കേട്ടോ. ലെൻസ് ഇവിടെ തന്നിരിക്കുകയാണ്. കോൺവെക്സ് ലെൻസ് വിത്ത് ഫോക്കൽ ലെന്ത് 100 സെന്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് ആണ്. ഫോക്കൽ ലെന്ത് എത്രയാണ്? 100 സെന്റിമീറ്റർ. കോൺകേവ് ലെൻസ് വിത്ത് ഫോക്കൽ ലെന്ത് 100 സെന്റിമീറ്റർ കേട്ടോ. 100 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉണ്ട്. പിന്നെ കോൺവെക്സ് ലെൻസ് വിത്ത് 10 സെന്റിമീറ്റർ, കോൺകേവ് ലെൻസ് വിത്ത് 10 സെന്റിമീറ്റർ. Select the suitable lenses for the objective and eyepiece to construct a telescope. Justify your answer. ഒരു ടെലിസ്കോപ്പ് നമുക്ക് നിർമ്മിക്കണം. അപ്പം എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെൻസ് ഐ പീസിനും വെക്കണം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിനും വെക്കണം ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ലെൻസ് എന്താണ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെലിസ്കോപ്പിന്റെ കേസിലാണ്. ടെലിസ്കോപ്പിന്റെ കേസിൽ എങ്ങനെയാണ് വരേണ്ടത്? കോൺവെക്സ് ലെൻസ് ആണല്ലേ. കോൺവെക്സ് ലെൻസ് ആണ് ടെലിസ്കോപ്പിന്റെ കേസിൽ വരേണ്ടത്. അപ്പം എന്താണ്? ഈ ഒബ്ജക്റ്റീവിന് എങ്ങനെയാണ്? നമ്മൾ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവിന് കൂടുതൽ ഫോക്കൽ ലെന്ത് വേണം കേട്ടോ. അത് ഓർത്തിറങ്ങും കേട്ടോ. അത് നിങ്ങൾ ടെലിസ്കോപ്പിൻ്റെ കാര്യം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒബ്ജക്റ്റീവിന് എങ്ങനെയാണ്? കോൺവെക്സ് ലെൻസ് വിത്ത് കൂടുതൽ കേട്ടോ, കൂടുതലായിട്ടുള്ള ഇതാണ് വേണ്ടത് കേട്ടോ. അതാണ് ഒബ്ജക്റ്റീവിന് വേണ്ടത്. കോൺവെക്സ് ലെൻസ് വിത്ത് എത്രയാണ്? 100 സെന്റിമീറ്റർ കേട്ടോ. 100 സെന്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ള കോൺവെക്സ് ലെൻസാണ് ഒബ്ജക്റ്റീവിന് വേണ്ടത്. ദെൻ ഐ പീസിന് എങ്ങനെയാണ്? ഐ പീസിന് കുറഞ്ഞ കോൺവെക്സ് ലെൻസ് തന്നെയാണ് വേണ്ടത് കേട്ടോ. കോൺവെക്സ് ലെൻസ് തന്നെയാണ്. കോൺകേവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കോൺവെക്സ് ലെൻസ് തന്നെയാണ്. എങ്ങനെയാണ്? 10 സെന്റിമീറ്റർ കേട്ടോ. 10 സെന്റിമീറ്റർ ഫോക്കൽ ലെന്ത് കേട്ടോ. FL എന്നാണ്, ഫോക്കൽ ലെന്ത് എന്നാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഇതെന്താണ്? ഇത് ഒബ്ജക്റ്റീവ് കേട്ടോ. ഇത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവിന് വേണം. ദെൻ ഇത് ഐ പീസിനും കേട്ടോ. ഐ പീസിനും. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ലാർജ് ആൻഡ് ക്ലിയർ ഇമേജ് ആണ്. ദൂരെയുള്ള വസ്തുക്കളുടെ ലാർജ് ആൻഡ് ക്ലിയർ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒബ്ജക്റ്റീവും ഐ പീസും ആണ് നമുക്കവിടെ വേണ്ടത് കേട്ടോ. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഫോം കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ടു ഫോം എന്താണ്? ലാർജ് ആൻഡ് ക്ലിയർ കേട്ടോ. ടു ഫോം ലാർജ് ആൻഡ് ക്ലിയർ ഇമേജ് ഓഫ് ദി ഫാർ എവേ ഒബ്ജക്റ്റ്. ഇല്ല, ദൂരെയുള്ള വസ്തുക്കളുടെ ടെലിസ്കോപ്പ് അതിന് വേണ്ടിയല്ല. ദൂരെയുള്ള വസ്തുക്കളുടെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയല്ലേ, ലാർജ് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഈ രീതിയിലുള്ള ലെൻസുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈസ് ഒബ്ജക്ട്സ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യുന്നതും നമുക്കറിയാം, വലുതാക്കി കാണിക്കുന്നു. Where must be an object be placed with reference to the objective lens? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കേണ്ട വസ്തു കേട്ടോ. നിരീക്ഷിക്കേണ്ട വസ്തു എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഏത് സ്ഥാനത്താണ് വെക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിരീക്ഷിക്കേണ്ട വസ്തു. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫിഗർ മൈൻഡിലുണ്ടായിരിക്കണം. എവിടെ വെക്കണം? ബിറ്റ്വീൻ അല്ലേ. നമുക്കറിയാം ആദ്യത്തെ ഇമേജ് കിട്ടുന്നുണ്ടല്ലോ അവിടെ അല്ലേ. അതെവിടെയാണ്? ബിറ്റ്വീൻ F and 2F കേട്ടോ. കൃത്യമായിട്ട് ഓർത്താൽ എന്തായത്? ബിറ്റ്വീൻ F and 2F, F-നും 2F-നും ഇടയിൽ. ഇനി വൈ ഷുഡ് ദ ഒബ്ജക്ട് നോട്ട് പ്ലേസ്ഡ് അറ്റ് എനി ഓഫ് ദി അതർ ഗിവൺ പൊസിഷൻ? വേറെ മറ്റ് പൊസിഷനിലൊന്നും നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കൂല. അതിന്റെ റീസൺ എന്താണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പല പൊസിഷനിൽ വെക്കുമ്പോൾ നമുക്കറിയാം അത് വേറെ ഇതിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ഇപ്പം F-ൽ വെക്കുവാണെന്നുള്ള ഇൻഫിനിറ്റിയിലായിരിക്കും കേട്ടോ. ബിയോണ്ട് 2F-ൽ വെക്കുവാണെന്നുള്ള ഇമേജ് സ്മോളർ ആയിരിക്കും
ക്ലിയർ ആണെന്ന് പറഞ്ഞു. എഫിനും ലെൻസിലും വരുവാണെങ്കിൽ ഇമേജ് ഇങ്ങനെയാണ്, വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം എഫിനും 2Fനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടത്തുള്ളൂ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എഫ്, ഇമേജ് ഈസ് നോട്ട് ഫോംഡ് അറ്റ്, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ ബിയോണ്ട് 2Fലാണെങ്കിൽ ഇമേജ് സ്മോളർ ആയിരിക്കും. പിന്നെ ലെൻസിനും എഫിനും ഇടയിലാണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ എഫിനും 2Fനും ഇടയിലായിരിക്കണം നമുക്ക് എന്താണ് അവിടെ ഒബ്ജക്റ്റ് വെക്കേണ്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ കാർബൺ ഫുട് പ്രിന്റ്? സജസ്റ്റ് എനി വൺ മെത്തേഡ് ടു റെഡ്യൂസ് ദ കാർബൺ ഫുട് പ്രിന്റ്. കാർബൺ ഫുട് പ്രിന്റിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഫുട് പ്രിന്റ് എന്താണെന്ന് കേട്ടോ. ഇതാണ് കാർബൺ ഫുട് പ്രിന്റ്. പിന്നെ അത് മെത്തേഡ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കേട്ടോ, അതും എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഗ്രീൻ ഇൻ ഗ്രീൻ ലൈറ്റ്, റെഡ് ഇൻ റെഡ് ലൈറ്റ്, ഡാർക്ക് ഇൻ ബ്ലൂ ലൈറ്റ്. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഇൻ വൈറ്റ് ലൈറ്റ്? വൈ? ഇൻ വിച്ച് കളർ വിൽ ദിസ് ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഇൻ സിയാൻ ലൈറ്റ്? വൈ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക കേട്ടോ. ഒരു ഒബ്ജക്റ്റ് ഗ്രീൻ ലൈറ്റിൽ ഗ്രീൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്, റെഡ് ലൈറ്റിൽ റെഡ് ആയിട്ട് കാണപ്പെടുന്നു, ബ്ലൂ ലൈറ്റിൽ ഡാർക്ക് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ്? ഗ്രീൻ ലൈറ്റിൽ ഗ്രീൻ ആയിട്ട് കാണപ്പെടുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? റെഡ് ലൈറ്റിൽ റെഡ് ആണെങ്കിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയാൽ ബ്ലൂ ലൈറ്റിൽ ഡാർക്ക് ആയിട്ട് കാണപ്പെടുക. അപ്പോൾ എന്താണ് ഇവിടെ സമയം? ഇവിടെ അബ്സോർഷൻ ആണ് നടക്കുന്നത്, ഇവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ലൈറ്റിൽ ഒബ്ജക്റ്റ് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നത്, അവിടെ നടക്കുന്ന ഏതാണ്? അബ്സോർഷൻ ആണ്. ഇവിടെ എല്ലാം നടക്കുന്ന ഏതാണ്? റിഫ്ലക്ഷൻ ആണ് അല്ലേ? ഇവിടെ എല്ലാം നടക്കുന്നത് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഗ്രീനും റെഡും ആണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ കളർ ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഇൻ വൈറ്റ് ലൈറ്റ്? വൈറ്റ് ലൈറ്റിൽ ഈ ഒബ്ജക്റ്റ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓർത്തോണം. ഏതൊക്കെയാണ് വൈറ്റ് ലൈറ്റിലുള്ളത്? ഗ്രീന്, റെഡ്, ബ്ലൂ അല്ലേ? ഗ്രീന്, റെഡ്, ബ്ലൂ ആണ് വൈറ്റ് ലൈറ്റിലുള്ളത്. അപ്പോൾ ഏതാണ് വൈറ്റ് ലൈറ്റ്? ഈ കളർ ഏത് നിറത്തിൽ കാണപ്പെടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ? ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഗ്രീനിനെയും റെഡിനെയും ഇല്ലേ? ഗ്രീനും റെഡുമാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഗ്രീനിനെയും റെഡിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ബ്ലൂവിനെ അബ്സോർവ് ചെയ്യുക. അപ്പം ഗ്രീനും റെഡും കൂടെ ചേർന്ന് ഏത് നിറമായിരിക്കും അവിടെ വരുന്നത്? യെല്ലോ ഇല്ലേ? അപ്പം വൈറ്റ് ലൈറ്റിൽ ഇത് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? യെല്ലോയിലായിരിക്കും കാണപ്പെടുന്നത്. യെല്ലോ നിറത്തിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് കളർ വിൽ ദിസ് ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഇൻ സിയാൻ ലൈറ്റ്? വൈ? സിയാൻ പ്രകാശത്തിൽ ഈ വസ്തു ഏത് നിറത്തിൽ കാണപ്പെടുന്നുണ്ട്? അപ്പം സിയാൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം. സിയാൻ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഗ്രീനും ബ്ലൂവും കൂടെ അല്ലേ? ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സിയാൻ കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ അറിയാം റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ ഏതൊക്കെയാണ്? ഗ്രീനിനെ ഇല്ലേ? ഗ്രീനും റെഡും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിയാനിലുള്ളത് ഗ്രീൻ ആണല്ലേ? ഗ്രീനിനെ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലൂവിനെ അവിടെ അബ്സോർവ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഏതായിരിക്കും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഗ്രീൻ ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും സിയാൻ ലൈറ്റിൽ അത് ഏത് കളറിലായിരിക്കും കാണപ്പെടുന്നത്? ഗ്രീൻ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റിന്റെ കേസിൽ വരുമ്പം ഗ്രീനിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, റെഡ് ലൈറ്റിലാണെങ്കിൽ റെഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ഡാർക്കിലാവുമ്പോൾ ബ്ലൂവിനെ അവിടെ അബ്സോർവ് ചെയ്യുവാണ്, റിഫ്ലക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഏതൊക്കെ കളേഴ്സിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? റെഡിനെയും ഗ്രീനിനെയുമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. പിന്നെ വൈറ്റ് ലൈറ്റിന്റെ കേസിൽ റെഡ്, ഗ്രീന്, ബ്ലൂ ഉണ്ട്. അതിലേതാണ്? റെഡും ഗ്രീനിനെയും മാത്രമുള്ള റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? യെല്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ എങ്ങനെയാണ്? യെല്ലോ ആയിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇറ്റ് റിഫ്ലെക്ട്സ് റെഡ് ആൻഡ് ഗ്രീൻ കമ്പോണൻസ് ഓഫ് വൈറ്റ് ലൈറ്റ് ബട്ട് അബ്സോർബ് ബ്ലൂ. സോ വി സി എങ്ങനെയാണ്? യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി സിയാന്റെ കേസിൽ വരുമ്പോൾ സിയാനിൽ ഏതൊക്കെയാണ് വരുന്നത്? ഗ്രീനും ബ്ലൂ എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഗ്രീനിനെ മാത്രം അവിടെ റിഫ്ലക്റ്റ് ചെയ്യും ഇല്ലേ? ബ്ലൂവിനെ അവിടെ എന്താണ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സിയാൻ ലൈറ്റിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഗ്രീൻ നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം സിയാൻ ലൈറ്റിന്റെ കേസിൽ ഗ്രീൻ നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. സിയാൻ ഹാസ് എ ഗ്രീൻ ആൻഡ് ബ്ലൂ ബട്ട് ദ ഒബ്ജക്റ്റ് അബ്സോർബ് ബ്ലൂ ആൻഡ് റിഫ്ലെക്ട്സ് എന്താണ്? ഗ്രീൻ നിറത്തിലായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതാ കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്, ഷോർട്ടായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് ഇവിടെ എഴുതാം കേട്ടോ. യെല്ലോ നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൻ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഗ്രീൻ ലൈറ്റ്, റെഡ് ഇൻ റെഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻ ബ്ലൂ ലൈറ്റ് ആൻഡ് ഇറ്റ്സ് കളർ ഈസ് യെല്ലോ ആണ്. യെല്ലോ ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കളേഴ്സ് ഗ്രീൻ ആൻഡ് റെഡ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ യെല്ലോ കളർ ഇൻ ദ വൈറ്റ് ലൈറ്റ്. പിന്നെ സിയാൻ ലൈറ്റിന്റെ കേസിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നു. സിയാൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് green and blue. That is a
റീസൺ. മനസ്സിലായല്ലോ? ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ മജന്ത ഫിൽറ്റർ, ദെൻ ത്രൂ യെല്ലോ ഫിൽറ്റർ ആൻഡ് ഫൈനലി ത്രൂ റെഡ് ഫിൽറ്റർ ആൻഡ് പ്രൊജക്റ്റഡ് ഓൺ ടു ദ വൈറ്റ് ബോൾ. അതായത് വൈറ്റ് ലൈറ്റ് ഒരു മജന്ത ഫിൽറ്ററും അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് ഫിൽറ്ററിലൂടെ കടത്തി വിട്ടിട്ട് ഒരു വൈറ്റ് ബോളിൽ പതിപ്പിക്കുകയാണ്. അപ്പം വിച്ച് കളേഴ്സ് ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ ദ മജന്ത ഫിൽറ്റർ? മജന്ത ഫിൽറ്ററിലൂടെ കടന്നു വരുന്ന പ്രകാശവർണ്ണങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് ആദ്യമേ നമ്മൾ ആ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. മജന്ത എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? മജന്ത എന്ന് പറഞ്ഞാൽ റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ്. റെഡ് ആൻഡ് ബ്ലൂ ആണ് മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ചേർന്നാണ്? യെല്ലോ എന്ന് പറയുമ്പോൾ റെഡും ഗ്രീനും കൂടെ ചേർന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആദ്യമേ അറിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയേ, മജന്ത ഫിൽറ്ററിൽ എന്തുണ്ട്? റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ എന്താണ്? ഗ്രീനില്ല. ഗ്രീനിൽ അവിടെ എന്ത് സംഭവിക്കും? അബ്സോർവ് ചെയ്യും. അപ്പൊ ഗ്രീനിൽ അബ്സോർവ് ചെയ്തിട്ട് റെഡിനെയും ബ്ലൂവിനെയും ആയിരിക്കും അവിടെ കടത്തിവിടുന്നത്. അപ്പൊ മജന്ത ഫിൽറ്ററിലൂടെ അതിനെ കടത്തിവിടും റെഡ് ആൻഡ് കേട്ടോ, റെഡ് ആൻഡ് ബ്ലൂവിനെ കടത്തിവിടും മജന്ത ഫിൽറ്ററിലൂടെ. വൈ എന്താണ് റീസൺ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? മജന്ത ഫിൽറ്റർ അബ്സോർബ്സ് ഗ്രീൻ ലൈറ്റ്, അബ്സോർവ് ചെയ്യുന്നുണ്ട് മജന്ത കേട്ടോ. റീസൺ പറയണം. മജന്ത ഗ്രീൻ ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നുണ്ട്, റെഡിനെ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് റെഡ് ആൻഡ് ബ്ലൂ കളേഴ്സ് പാസ് ത്രൂ മജന്ത ഫിൽറ്റർ. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് കളർ വിൽ ഫോൾ ഓൺ ദ വൈറ്റ് വോൾ? വൈറ്റ്, അതായത് വെളുത്ത ചുവരിൽ ഏത് വർണ്ണമായിരിക്കും പതിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യമേ എന്താണ്? മജന്തയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്? റെഡും ബ്ലൂവും വരുന്നുണ്ട്. പിന്നെ എന്താണ്? യെല്ലോയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്? യെല്ലോ എന്ന് പറഞ്ഞാൽ റെഡും ഗ്രീനും കൂടെ ചേർന്നാണ്. അപ്പൊ ഇവിടെ രണ്ടിലും കമ്പൈൻഡ് ആയിട്ടുള്ള കളർ ഏതാണ്? റെഡ് ആണ് വരുന്നത്. പിന്നെ മൂന്നാമത് ഏതാണ്? റെഡിൽ കൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പം ആദ്യമേ മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്? റെഡും ബ്ലൂവും ഉണ്ട്. അതിൽ റെഡ് ഇവിടെ ഉണ്ട്. യെല്ലോയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്? റെഡും ഗ്രീനും ഉണ്ട്. അവിടെ റെഡും ഉണ്ട്. പിന്നെന്താണ്? പിന്നെ റെഡിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും ലാസ്റ്റ് വരുന്നത്? വൈറ്റ് ബോളിൽ വരുന്നത് എന്ത് തന്നെയായിരിക്കും? റെഡ് തന്നെയായിരിക്കും. കാരണം എന്താണ്? യെല്ലോ ആൻഡ് റെഡ് ഫിൽറ്റേഴ്സ് എങ്ങനെയാണ്? റെഡ് ലൈറ്റിനെ അവിടെ റിമൈൻഡ് ചെയ്യിക്കും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദ റീസൺ. ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ റെഡും ബ്ലൂ ആണ് മജന്ത ഫിൽറ്ററിന്റെ കേസ് വരുന്നത്. റീസൺ എന്ന് വെച്ചാൽ മജന്ത ഇസ് എ സെക്കൻഡറി കളർ ഫോംഡ് ബൈ ദ കമ്പൈനിങ് ദ പ്രൈമറി കളേഴ്സ് ഓഫ് റെഡ് ആൻഡ് ബ്ലൂ. പിന്നെ അതിന്റെ ബി പാർട്ട് വൈറ്റ് ബോളിൽ വരുന്ന ഏതാണ്? റെഡ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. റെഡ് ആൻഡ് ബ്ലൂ കളേഴ്സ് ഇൻ ദ വൈറ്റ് ലൈറ്റ് പാസസ് ത്രൂ മജന്ത ഫിൽറ്റർ. ഓൺലി ദ റെഡ് കളേഴ്സ് ദെൻ പാസസ് ത്രൂ യെല്ലോ ഫിൽറ്റർ. അല്ലേ? ആദ്യമേ മജന്തയുടെ പാസ് ചെയ്ത് പോകുമ്പോൾ റെഡും ബ്ലൂവും പോവും. യെല്ലോയുടെ പോകുമ്പോൾ എന്താണ്? റെഡിനെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. പിന്നെ റെഡ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും. അപ്പൊ എന്താണ്? ഫോൾസ് ഓൺ ദ വൈറ്റ് ബോൾ ഈസ് റെഡ് ആണ്. മനസ്സിലായല്ലോ? നോക്കി എഴുതിയെടുക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ കേട്ടോ. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ജനറേറ്റർ ആണ്? എന്താ നോക്കുക കേട്ടോ. നമുക്കറിയാം ഏത് തരത്തിലുള്ള ജനറേറ്റർ ആണ്. DC ജനറേറ്റർ ആണെന്ന് കാണുമ്പോൾ നമുക്കറിയാലോ, റിങ്സ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Then what form of electricity is obtained in the external circuit when the armature of this device rotates? Justify your answer. ഈ ഡിവൈസിന് ആർമേച്ചർ കറങ്ങുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏതരായിരിക്കും? DC ഇല്ലേ? DC ആയിരിക്കും കിട്ടുന്നതിന്. കാരണം എന്താണ്? DC ജനറേറ്ററിൽ എങ്ങനെയാണ്? AC പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്ന ഏതാണ്? സ്പ്ലിറ്റ് റിംഗ്. ഇവിടെ കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്നതാണ് സ്പ്ലിറ്റ് റിംഗ് വഴിയാണ്. അപ്പൊ DC ആണ് അതിന്റെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ആർമേച്ചർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്. വാട്ട് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി ഒബ്റ്റെയിൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? വാട്ട് ഈസ് ദ റീസൺ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ആർമേച്ചറോടെ നമ്മൾ നിശ്ചലാക്കി വെച്ചുകൊണ്ട് ഫീൽഡ് കാന്ത് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ബാഹ്യ സർക്യൂട്ടിൽ ഏതാണ് കിട്ടുന്നത്? AC തന്നെ ആയിരിക്കും കിട്ടുന്നത്. അല്ലെ? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. സ്പ്ലിറ്റ് റിംഗ് അല്ലേ അതിന് AC-നെ DC ആക്കി മാറ്റുന്നത്. സ്പ്ലിറ്റ് റിംഗിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പം AC തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കേസിൽ DC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന AC-നെ DC ആക്കി മാറ്റുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്. രണ്ടാമത്തെ കേസിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, AC തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. Then next question, 10th one. A transformer without any power loss operating at a 240 volt has 3000 turns in the primary and 750 turns in the secondary. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫോമർ ആണ്. 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പവർ ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമർ ആണ്. പ്രൈമറിയിൽ 3000 ടേൺസും സെക്കൻഡറിയിൽ 750 ടേൺസും ഉണ്ട്. സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി? ദ പവർ ഇൻ ദ സെക്കൻഡറി ഇസ് 480 വാട്ട്. വാട്ട് ഇസ് ഇറ്റ്സ് പ്രൈമറി കറണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡറിയിലെ പവർ 480 വാട്ട് ആവുകയാണെങ്കിൽ പ്രൈമറിയിലെ കറണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കണം.
അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ, ഇതാണ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അല്ലേ, NP ആണ് അല്ലേ. NP എത്രയാണ് തന്നിരിക്കുന്നത്? 3000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ്? NS എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 750 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വോൾട്ടേജ് ഇല്ലേ, വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആണ്, VP ആണ് തന്നിരിക്കുന്നത് അല്ലേ. VP എത്രയാണ്? 240 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കണം, VS ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? VS/VP അല്ലേ, ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഇങ്ങനെയാണ് VS/VP = NS/NB ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. NS/NB, VS ആണ് കണ്ടുപിടിക്കേണ്ടത്. VS = VP × NS/NB അല്ലേ. VP എത്രയാണ് തന്നിരിക്കുന്നത്? 240 അല്ലേ, 240 തന്നിട്ടുണ്ട്. NS എത്രയാണ്? 750 / NP എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3000. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യുക കേട്ടോ. അതാ ഇവിടെ ക്യാൻസൽ ചെയ്യുക. അതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 60 വോൾട്ട് എന്ന് വരും കേട്ടോ. സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടിയത് 60 വോൾട്ട് എന്ന് വന്നു കേട്ടോ. അപ്പം സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് 60 വോൾട്ട്. ഇനി പവർ ഇൻ ദ സെക്കൻഡറി ഈസ് 480. വാട്ട് ഇസ് എ പ്രൈമറി കറണ്ട്? സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 480 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്? പ്രൈമറിയിലത്തെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കറിയാം പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് വരുന്നത്? പവർ കാണാനുള്ള ഇക്വേഷൻ ഇതാ ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. പവർ കാണാനുള്ള B പാർട്ടാണ്. പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം P = V × I ആണ് ഇല്ലേ. സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രൈമറിയിലത്തെ കറണ്ട്. അപ്പം നമുക്കറിയാം പവർ ലോസ് ഇല്ലാന്നാണെങ്കിൽ പ്രൈമറിയിലത്തെ സെക്കൻഡറിയിലത്തെ എങ്ങനെയാണ് പവർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇതാ നോക്കിയാൽ സെക്കൻഡറിയിലത്തെ പവർ തന്നെയായിരിക്കും പ്രൈമറിയിലത്തെ പവർ എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് പിടിക്കേണ്ട പ്രൈമറിയിലത്തെ കറണ്ട് ആണല്ലോ, അതായത് IP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ IP = P / V, അതായത് പ്രൈമറിയിലത്തെ എന്താണ് പവർ എത്രയാണ്? സെക്കൻഡറിയിലത്തെ പവർ തന്നെയാണ്. അപ്പോൾ 480 വരും. 480 / എത്രയാണ്? VP നമുക്ക് ഉള്ള VP നമുക്കറിയാമല്ലോ എത്രയാണ്? 240 ആണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര വരും? 2 ആംപിയർ എന്ന് വരും. IP എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആംപിയർ കേട്ടോ. 2 ആംപിയർ ആണ് ഇവിടെ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സേഫ്റ്റി ഫ്യൂസ് ഇസ് ദ ഫ്യൂസ് വെയർ. സേഫ്റ്റി ഫ്യൂസിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് വെയർ ആണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂസ് വെയർ? ഫ്യൂസ് വെയറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണല്ലേ. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഫ്യൂസ് വെയറിന്റെ പ്രോപ്പർട്ടി. ഇനി വാട്ട് സിറ്റുവേഷൻ കുഡ് ലീഡ് ടു ആൻ എക്സസീവ് കറന്റ് ദാറ്റ് കോസസ് എ ഫ്യൂസ് വെയർ ടു മെൽറ്റ്? ഫ്യൂസ് വെയർ മെൽറ്റ് ആവണല്ലേ. അപ്പം ഫ്യൂസ് വെയർ ഉരുകി പോകാൻ ഇടയാവുന്ന എന്താണ് സാഹചര്യം എന്തെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓവർലോഡിങ് ഉണ്ടല്ലേ, ഓവർലോഡിങ് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് അല്ലേ. ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്, ഇത് രണ്ട് സാഹചര്യത്തിലുമാണ് ഫ്യൂസ് വെയർ മെൽറ്റായി പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The distance between a compression and the adjacent rarefaction of a sound wave is 17.5 centimeter. This wave takes 2 seconds to travel a distance of 1400 meter. അതായത് കംപ്രഷനും റയർഫാക്ഷനും അല്ലേ. കംപ്രഷൻ റയർഫാക്ഷൻ വരുമ്പോൾ നമുക്കറിയാം എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇവിടെ പോകുന്നത്. അപ്പം ഒരു കംപ്രഷനും ഒരു റയർഫാക്ഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇത്രയും ചെറിയ ഡിസ്റ്റൻസ് എത്രയാണ്? 17.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമയം എത്രയാണ്? സമയം T എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസിൻ്റെ ദൂരം എത്രയാണ്? 1400 മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചെറിയ ഒരു കംപ്രഷനും റയർഫാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 17.5 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ഇസ് എ വേവ് ലെങ്ത് ഓഫ് ദി വേവ്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് അടുത്തടുത്ത കംപ്രഷൻ അല്ലെങ്കിൽ റയർഫാക്ഷൻ അല്ല. അപ്പോൾ ഒരു കംപ്രഷനും റയർഫാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 17.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 മടങ്ങായിരിക്കുമല്ലോ. വേവ് ലെങ്ത് ലാംഡ = എത്ര വരും? 17.5 × 2 വരും. എത്രയാണ്? 35 മീറ്റർ എന്ന് വരും. ഇനി വാട്ട് ഇസ് എ ഫ്രീക്വൻസി ഓഫ് ദി വേവ്? ഈ വേവിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിവിടെ 35 സെന്റിമീറ്റർ ആണ്, മീറ്റർ അല്ല, 35 സെന്റിമീറ്റർ. ഇനി വാട്ട് ഇസ് എ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? വേവിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇല്ല. ഇവിടെ അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്പർ ഓഫ് വൈബ്രേഷൻ്റെ കാര്യം നമ്മളൊന്നും പറയുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് സ്പീഡിന്റെ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. V = F ലാംഡ ഇക്വേഷൻ ഉണ്ടല്ലോ. ലാംഡ നമുക്കറിയാം അല്ലേ. V കണ്ടുപിടിക്കാമല്ലോ. V എങ്ങനെയാണ്? V = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 1400 എന്ന് തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 2 സെക്കൻഡ് ആണ്.
അപ്പോൾ എത്ര വരും? 700 ഇല്ലേ, 700 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ആയാലും എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? വി ബൈ ലാംഡ എന്ന് വരും ഇല്ലേ. വി എത്രയാണ്? 700 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ 35 സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ. അതിനെ നമ്മൾ മീറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം, കാരണം ഇവിടെ നമ്മൾ സ്പീഡ് മീറ്ററിലല്ല വരുന്നത്. അപ്പോൾ എത്ര വരും? 0.35 മീറ്റർ എന്ന് വരും കേട്ടോ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ. ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.35 എന്ന് വരും കേട്ടോ. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2000 ആണ് കേട്ടോ. 2000 ഹെർട്സ് എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് പ്രൊഡ്യൂസസ് ആൻ ഇറക്റ്റ് ഇമേജ്. ഹിയർ മാഗ്നിഫിക്കേഷൻ ഈസ് 1/2. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് കമ്പയർ ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്? ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്, ലെൻസിൻ്റെ സൈഡിലായിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. അതിന് മാഗ്നിഫിക്കേഷൻ എം എന്ന് പറഞ്ഞിരിക്കുന്നതിന് 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് കമ്പയർ ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്? ഇമേജുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? HI/HO ആണെന്നറിയാം അല്ലേ. അത് എത്രയാണ്? 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് വരും? HO എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? അല്ലെങ്കിൽ HI എന്ന് പറഞ്ഞിരിക്കും നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? HO × 1/2 എന്ന് എഴുതാമല്ലോ. HO × 1/2 എന്ന് എഴുതാം. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ്? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയായിരിക്കും കേട്ടോ. അതായത് ഇവിടെ ചോദിച്ചിരുന്ന ഹൈറ്റ് അത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്. എത്രയായിരിക്കും വരുന്നത്? ഇമേജിൻ്റെ ഇപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് HO എഴുതാമല്ലോ. HO ഈസ് ഈക്വൽ ടു 2HI എന്ന് എഴുതാമല്ലേ. അത് HO എന്ന് വെച്ചാൽ ഇമേജിൻ്റെ ഹൈറ്റിൻ്റെ എങ്ങനെയായിരിക്കും? ഡബിൾ ആയിരിക്കും, 2HI അല്ലേ. അതായത് ഡബിൾ ആയിരിക്കും വരുന്നത്. ഇനി ഡ്രോ ദി ഇമേജ് ഫോർമേഷൻ ഇൻ ദിസ് കേസ്. ഈ ഒരു കേസിലാണ് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Then next question നോക്കുക. What is the distance to the near point for a healthy human eye? Healthy human eye ഉണ്ട്, ആരോഗ്യമുള്ള ഒരു മനുഷ്യ നേത്രത്തെ സംബന്ധിച്ച് നിയർ പോയിന്റിലേക്കുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ അല്ലേ, 25 സെൻറ്റിമീറ്റർ. Then how does this distance change for a person suffering from presbyopia? Presbyopia എന്ന് വെച്ചാൽ വെള്ളെഴുത്തുള്ള വ്യക്തിക്ക് നിയർ പോയിന്റിലേക്കുള്ള ഈ അകലത്തിന് സംഭവിക്കുന്ന മാറ്റം എങ്ങനെയായിരിക്കും? മോർ ദാൻ അല്ലേ, കൂടുതലായിരിക്കും അല്ലേ. മോർ ദാൻ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദ പവർ ഓഫ് അക്കോമഡേഷൻ ഫോർ ദം ഈസ്, അവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും? ലെസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഹയർ ആയിരിക്കുമോ, അതുപോലെ ലോവർ ആയിരിക്കുമോ? പവർ ഓഫ് അക്കോമഡേഷൻ എങ്ങനെയാണ്? ലോവർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ നോക്കിയ ഹ്യൂമനൈയുടെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർ ഈസ് എ ഫാർ പോയിന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ദിസ് എഫക്റ്റ്? ഇതെന്താണ്? ഒരു കറക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അതായത് അതിയുടെ ഒരു ഡിഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇമേജ് എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിനയുടെ ഫ്രണ്ടിലാണ്, ഇവിടെയല്ലേ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പം അതൊരു ഡിഫക്റ്റ് ആണ് അല്ലേ. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വേർ ഇസ് എ ഫാർ പോയിന്റ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് ദിസ് എഫക്റ്റ്. അപ്പം കണ്ണിന് ഈ ഡിഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഫാർ പോയിന്റ് എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരിക്കും ഫാർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എവിടെയായിരിക്കും? അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഫ്രം ദ ഐ ഇല്ലേ, കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും. ഇനി റൈറ്റ് 2 റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നിൽ ഐബോളിൻ്റെ സൈസ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പവർ ഓഫ് ലെൻസ് കൂടുതലായിരിക്കാം. അപ്പം എന്ത് പറയാം? ദ സൈസ് ഓഫ് ദ ഐബോൾ കേട്ടോ. ദ സൈസ് ഓഫ് ഐബോൾ എങ്ങനെയാണ്? ഐബോൾ ഈസ് ലാർജ് ഇല്ലേ, ലാർജർ ആയിരിക്കാം. പിന്നെ എന്താണ്? പവർ ഓഫ് ലെൻസ് ഇല്ലേ, പവർ ഓഫ് ലെൻസ് കൂടുതലായിരിക്കും. പവർ ഓഫ് ലെൻസ് ഈസ് മോർ. ഇതാണ് റീസൺ. ഹൗ ക്യാൻ ബി ദിസ് ഡിഫക്റ്റ് ബി കറക്റ്റ്? ഇതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്? കോൺകേവ് ലെൻസ് അല്ലേ, ഇങ്ങനെയാണ് യൂസ് കോൺകേവ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ അല്ലേ, വിത്ത് സ്യൂട്ടബിൾ പവർ ഉള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Observe the figure showing a conductor connected to a battery and placed between the magnetic poles N and S കേട്ടോ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോർത്തും സൗത്തും മാഗ്നറ്റിക് പോൾസ് ആണ്. അവിടെ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ ബാറ്ററി ഉണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കേട്ടോ, ഇതാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ദി കണ്ടക്ടർ? വിച്ച് ലോ ഹെൽപ്പ് ടു ദിസ് ഫൈൻഡ്? എന്താണ് ചോദിച്ചത്? വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്? ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ അതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലോ ആണ് അത് കണ്ടുപിടിക്കാൻ സഹായിച്ചിരിക്കുന്നത്? ഏത് ലോ ആണ്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലോ ആണ് കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പോൾ അത് നമ്മളോട് അപ്ലൈ ചെയ്യുക. കറണ്ട് ഡയറക്ഷൻ കേട്ടോ, കറണ്ട് ഡയറക്ഷനിലേക്ക് വിരൽ വെക്കുക. അതനുസരിച്ച് ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും, മുകളിലോട്ടായിരിക്കും കേട്ടോ.
അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും. നിങ്ങൾ കൈ വെച്ച് നോക്കുക കേട്ടോ, അപ്പോൾ മനസ്സിലാവും. അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഏത് ലോ ആണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ലോ. എഴുതുക കേട്ടോ, അതിൻ്റെ റൂളും കൂടെ എഴുതിയേക്കുക കേട്ടോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അതിൻ്റെ റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ വൈ ദ കണ്ടക്ടർ ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇത് കണ്ടക്ടർ ഉണ്ടല്ലോ, അത് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്താണ്? ഫോഴ്സ് അവിടെ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പം അതാണ് ഫ്ലെമിങ്ങിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വിരലുകൾ ഏതൊക്കെ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു വെച്ചാൽ മതി. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. റൂൾ ചോദിച്ചിട്ടുണ്ട്, ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അത് ഓരോ ഫിംഗേഴ്സും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ കണ്ടക്ടർ ഓഫ് വയർ എ ബി ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ ലൂപ്പ്. കണ്ടോ, ഒരു വയറാണ് കേട്ടോ, അതൊരു ലൂപ്പ് ഫോമിൽ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. ദ ടു എൻഡ്സ് ഓഫ് ദിസ് വയർ ആർ കണക്റ്റഡ് ടു എ ബാറ്ററി. കണ്ടല്ലോ, ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുവാണ്, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. അതാ എയിൽ ഈ ഡയറക്ഷനിലേക്കാണ്, ബിയിൽ വരുമ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും. What is the direction of the magnetic field around the conductor at points A and B when the switch is turned on? Switch on ചെയ്യുമ്പോൾ എ എന്ന ഭാഗത്തും ബി എന്ന ഭാഗത്തും ചാലത്തിന് ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തമ്പ് റൂളാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? തമ്പ് റൂൾ അപ്ലൈ ചെയ്യുക കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നോക്കുക, അങ്ങനെ കൈ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാഗ്നറ്റ് എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ എങ്ങനെയാണ്? മുകൾ ഭാഗത്തേക്കാണ് കറണ്ട് പോകുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അറ്റ് എയിലേക്ക് വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കേട്ടോ. ആന്റി ക്ലോക്ക് വൈസ്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Explain how will you determine the direction of the magnetic field when current passes through the conducting loop. ചാലക വലയത്തിൽ വൈദ്യുതി കടന്നു പോകുന്ന കാന്തിക മണ്ഡലത്തിന് ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക. ഫ്ലെമിങ്ങിന്റെ എങ്ങനെയാണ്? നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ ക്ലോക്ക് വൈസിലാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ കോയിൽ ഇല്ലേ? നമുക്കറിയാമല്ലോ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന നമുക്ക് ഏത് രീതിയിലാണെന്നറിയാം. അപ്പോൾ ഈ ആ വൈദ്യുതി കടന്നു പോകുന്ന കാന്തിക മണ്ഡല ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ഡയറക്ഷൻ എയിൽ വരുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് മോൾ ഭാഗത്തേക്കാണ്, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് ഇല്ലേ? അപ്പം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ കോയിലാണ് കേട്ടോ. ആ ഒരു രീതിയിൽ ആൻസർ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്ക്ഡ് 800 വാട്ട് 240 വോൾട്ട് ഓപ്പറേറ്റ്സ് ഫോർ 10 മിനിറ്റ്സ്. ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്. 800 വാട്ടും 240 വോൾട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. വാട്ട് വിൽ ബി ദ പവർ ഓഫ് ദ അപ്ലയൻസ് ഇഫ് ദ വോൾട്ടേജ് ഈസ് 120 വോൾട്ട്. അതിന് നമ്മൾ എന്തുമാത്രം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 120 വോൾട്ടിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് പവറും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? പവർ തന്നിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ 17 ആണ് കേട്ടോ. 17 ആണ് നമ്മൾ ചെയ്യുന്നത്. പവർ തന്നിട്ടുണ്ട് 800 വാട്ടാണ്. വോൾട്ടേജ് 240 ആണെന്ന് തന്നിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ് കേട്ടോ. കൺവേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര വരും? 600 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? ദെൻ H ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ അപ്ലൈ? P ഇൻറ്റു T അപ്ലൈ ചെയ്യാമല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. 800 ഇൻറ്റു സമയം 600 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ എത്ര വരും? 48000 അല്ലേ? എത്രയും ജൂൾ എന്ന് വരും ഹീറ്റ്. ഇനി പവർ കണ്ടുപിടിക്കാം. 120 വോൾട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ പവർ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? നമുക്ക് അതിന് ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം കേട്ടോ. ബി പാർട്ട് നമ്മൾ ചെയ്യണം. ആദ്യമേ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. P ഈസ് ഈക്വൽ ടു V²/R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. V²/P അല്ലേ? അപ്പോൾ എത്രയാണ്? V എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 240 അല്ലേ? 240 ഉപയോഗിക്കുമ്പോൾ അത് അപ്ലയൻസ് സെയിം തന്നെയാണല്ലോ അല്ല, റെസിസ്റ്റൻസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം 240 ഇൻറ്റു 240 ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 800 ആണ് വരുന്നത്. അപ്പം അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ 72 ഓം എന്ന് വരും കേട്ടോ. 72 ഓം ആണ് റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഈ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നമുക്ക് പവർ കണ്ടുപിടിക്കാം. അതായത് പവർ P ഈസ് ഈക്വൽ ടു V²/R. ഇവിടുത്തെ V എത്രയാണ്? 120 ആണ്. 120 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 72 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ പവർ ഈസ് ഈക്വൽ ടു 200 വാട്ട് എന്ന് വരും കേട്ടോ. 200 വാട്ട്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹീറ്റിംഗ് അപ്ലയൻസ് ഈസ് മാർക്കഡ് 1000 വാട്ട് 230 വോൾട്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ?
മറ്റേ ഹീറ്റിംഗ് അപ്ലയൻസ് വർക്ക് ചെയ്യുന്നത് 1000 വാട്ടിലുമാണ്, അതുപോലെ 230 വോൾട്ടിലുമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ, എത്രയാണ്? 230 വോൾട്ട് ആണ്. ഡിവൈസ് വർക്ക്സ് വിത്ത് എ പവർ ഓഫ് 1000 വാട്ട് എന്ന് പറയാം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് ആകുമ്പോൾ ഡിവൈസ് എത്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? 1000 വാട്ട് പവറിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 വോൾട്ട് ദി ഡിവൈസ് വർക്ക്സ് വിത്ത് എ പവർ ഓഫ് 1000 വാട്ട്. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് അപ്ലയൻസ്? ആ അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. P is equal to V square by R വെച്ചിട്ടില്ല. അത് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R is equal to എങ്ങനെയാണ്? V square by P വെച്ച് ഇല്ലേ. വോൾട്ടേജ് എത്രയാണ്? 240 ആണല്ലേ. 240 into 240 കേട്ടോ. ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 1000 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് ആൻസർ വരുന്നത്. ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് 52 പോയിന്റ് സംതിങ് എന്ന് വരും കേട്ടോ. 52.9 ഓം എന്നാണ് വരുന്നത് റെസിസ്റ്റൻസ് കേട്ടോ. റെസിസ്റ്റൻസ് കിട്ടി. ഇനി if we change the labeling of the same device is 250 watt x, find the value of x. ആ ലേബലിംഗ് കൊടുത്തിരുന്നത് 250 വാട്ട് എന്നും എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും ഇല്ലേ. അപ്പൊ ആ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലേ, ഡിവൈസിന്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അപ്പൊ അതിന്റെ വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് P is equal to V square by R എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നമുക്ക് വിയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ? അപ്പോൾ V square is equal to എങ്ങനെ എഴുതാം? P into R എന്ന് വരും ഇല്ലേ. പവർ എത്രയാണ്? 250 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് 52.9 വരും കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ V square എന്ന് പറഞ്ഞ് വരുന്നത് 13,225 എന്ന് വരും. ദെൻ അതിൻ്റെ വി കണ്ടുപിടിക്കുക. അപ്പം V സ്ക്വയർ ആണ് നമുക്ക് അവിടെ കിട്ടും. ദെർഫോർ V is equal to 115 എന്ന് വരും കേട്ടോ. 115 വോൾട്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഇലക്ട്രിക്കലിൻ്റെ ചാപ്റ്ററിൻ്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണുക. The next question നോക്കുക. A 1200 kilogram weight load is lifted to the top of a 3 meter high building using a 9 meter long inclined plane. How much force is required to lift this load along the inclined plane? എന്താണ്? 9 മീറ്റർ നീളമുള്ള ഒരു ചെരുവുനിലാണ് അതിലൂടെ 1200 കിലോഗ്രാം ഭാരം 3 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് കയറ്റുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് കേട്ടോ. ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ കേസിലാണ് അവിടെ എത്രയാണ് ഭാരം? വസ്തുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞിരിക്കുന്നത് 1200 ആണ്. അതെങ്ങനെയാണ്? ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 3 മീറ്റർ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഡിസ്റ്റൻസ് വെച്ചാൽ 9 മീറ്ററുമാണ്. അത് ലിഫ്റ്റ് ചെയ്യുവാണ് കേട്ടോ. കെട്ടിടത്തിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുവാണ്. അതായത് ഇതിലും വഴി വെയിറ്റ് ഇവിടെ എത്രയാണ്? 1200 ആണ്. അതിലും വഴി ലിഫ്റ്റ് ചെയ്യുവാണ് കേട്ടോ. 1200 ആണ് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അതിലും വഴി കയറ്റുവാണ്. അപ്പം ഇത്രയും ഭാരം ഉയർത്താൻ ചെരുതലത്തിലൂടെ പ്രയോഗിക്കേണ്ടത് ബലം എത്രയാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദിസ് ലോഡ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ഇത്രയും ഭാരം ഉയർത്താൻ ചെരുതലത്തിലൂടെ പ്രയോഗിക്കേണ്ടി വരുന്ന ബലം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഇപ്പൊ എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻ എങ്ങനെയാണ്? എഫേർട്ട് ബൈ ലോഡ് ഈസ് ഈക്വൽ ടു H ബൈ L. ഇതാണല്ലോ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം E ഈസ് ഈക്വൽ ടു L ഇൻറ്റു H ബൈ L. ദെൻ ലോഡ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 1200 ആണ്. ദെൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 9 മീറ്റർ ആണ് കേട്ടോ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4000 എന്ന് വരും കേട്ടോ. അപ്പം ഇവിടുത്തെ എത്രയാണ്? ഫോഴ്സ് എത്രയാണ് വരുന്നത്? F ഈസ് ഈക്വൽ ടു 4000 കേട്ടോ. 4000 ന്യൂട്ടൺ എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ 4000 ആണ് വരുന്നത്. 4000 ന്യൂട്ടൺ എന്ന് വരും. ഇനി പ്രൂവ് ദാറ്റ് ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് ഇൻ യൂസിങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസിങ് ദിസ് പ്രോസസ്. അതായത് ഈ പ്രവർത്തനത്തിൽ ചെരുവുതലം ഉപയോഗിക്കുന്നുണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോഴും ഇതിലൂടെ പോകുമ്പോഴുണ്ട് ആ വർക്ക് കണ്ടുപിടിച്ചാൽ പോരെ. പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വർക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ആദ്യത്തെ കേസിൽ എന്താണ്? ലിഫ്റ്റഡ് ഡയറക്റ്റ്ലി എന്ന് പറയാം. വെൻ ലിഫ്റ്റഡ് ഡയറക്റ്റ്ലി 2 കേസിലും ഉണ്ടാകുന്ന വർക്ക് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. വെൻ ലിഫ്റ്റഡ് ഡയറക്റ്റ്ലി. അപ്പം ഈ കേസിലെ വർക്ക് എത്ര വരും? W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S ആണ് അല്ലേ. ഫോഴ്സ് എത്രയാണ് വരുന്നത്? 1200 ആണ്. 1200. ദെൻ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ഡയറക്റ്റ് ഹൈറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ എത്ര വരുന്നത്?
36,000 കേട്ടോ, 36,000 ജൂൾ എന്ന് വരും കേട്ടോ, 36,000 ജൂൾ. ഇനി രണ്ടാമത്തെ കേസിലെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ കേട്ടോ, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ വരുവാണെങ്കിൽ എങ്ങനെ വരും? അവിടെ W=F × S ആണ്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെറിയ തരത്തിലൂടെ പോകുമ്പോൾ ഫോഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു 4,000 ആണ് അല്ലേ, 4,000 ആണ്. ദെൻ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 9 ആണ് വരുന്നത് അല്ലേ, ഈ ഡിസ്റ്റൻസ് 9 അല്ലേ വരുന്നത്. അപ്പോൾ എത്ര വരും? ഇത് സെയിം വാല്യൂ 36,000 ജൂൾ എന്ന് വരും. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഇതിന് പ്രവൃത്തിയിൽ എന്തെങ്കിലും ലാഭം അവിടെ ഉണ്ടാകുന്നല്ലോ? ഇല്ല. അപ്പം പ്രവൃത്തിയിൽ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. രണ്ട് കേസിലും അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സെയിം ആണ്. The next question, screw jack are used to lift objects easily. 30 cm length of the threaded region of the screw contains 15 screw threads. The length of each thread is 10 cm. What is mean by pitch of the screw? Calculate the mechanical advantage of for the screw jack. അപ്പോൾ പിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്താണ് പിച്ച് എന്ന് പറഞ്ഞാൽ? പിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ത്രെഡ്സ് കേട്ടോ, അതാണ് പിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കേസിൽ എന്താണ് ഇവിടെ നമ്മൾ കണ്ടിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പിച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഇല്ല. അപ്പോൾ ആദ്യമേ നമ്മൾ പിച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ച് ഈസ് ഈക്വൽ ടു 30 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. 30 / 15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് വരും. പിന്നെ ലെങ്ത് ഓഫ് ദി ത്രെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ഇവിടെ? 10 സെൻറ്റിമീറ്റർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെച്ചാൽ ലെങ്ത് ഓഫ് 1 ത്രെഡ് ഇല്ലേ, ലെങ്ത് ഓഫ് 1 ത്രെഡ്, ലെങ്ത് ഓഫ് 1 ത്രെഡ് കേട്ടോ, ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 എന്ന് വരും. 5 ആണ് അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അതിൻ്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സും എല്ലാം കൊടുത്ത് എക്സ്പ്ലനേഷനും എല്ലാം കൊടുത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക കേട്ടോ. അപ്പം ആൻസേഴ്സും കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഒരു ക്വസ്റ്റിനും അതിൻ്റെ ആൻസേഴ്സും സ്കിപ്പ് ചെയ്യല്, എഴുതി തന്നെ പഠിക്കോട്ടെ. ഏത് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റിനൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതി തന്നെ മനസ്സിലാക്കി പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.